വെൽക്കം ബാക്ക് ടു മാജിക് മൂവി എക്സ്പ്ലെയിനർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന സ്റ്റോറി 2022 സർവൈവൽ ത്രില്ലറായി പുറത്തിറങ്ങിയ ദ വൺ എന്ന റഷ്യൻ മൂവിയുടെ സ്റ്റോറിയാണ്. 1981 ഓഗസ്റ്റ് 27-നുണ്ടായ ഒരു വിമാന ദുരന്തത്തിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കഥയാണ്. 37 യാത്രക്കാരുമായി തിരിച്ച വിമാനം ലാൻഡ് ചെയ്യാൻ 30 മിനിറ്റ് ബാക്കി നിൽക്കവേ സിവിലിയൻ വിമാനവും എയർഫോഴ്സിന്റെ ബോംബറുമായി ക്രാഷ് ഉണ്ടായി. കാടിന്റെ നടുവിൽ തകർന്നു വീണ വിമാനത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഒരു പെൺകുട്ടിയായിരുന്നു. അവളുടെ പേര് ലാരിസ എന്നായിരുന്നു. ലാരിസ തന്റെ ഹസ്ബൻഡായ വാൾഡിമറിനെ അന്വേഷിച്ച് ഒരുപാട് പരുക്കുകളുമായി വന്യജീവികളുടെ ഇടയിലൂടെ ആ കാട്ടിലൂടെ ഒരുപാട് ദൂരം അലഞ്ഞു നടന്നു. Ascolti bene, un aereo mi... Sei vivo! Ho trovato il cappello del pilota! E anche il pilota. Amplieremo la zona di ricerca. Aria! 3 giorni non abbiamo trovato neanche un superstite. Avete cercato bene! Sono qui! ഇനി നമുക്ക് സ്റ്റോറിയിലോട്ട് പോയാലോ. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് ലാരിസയാണ്. ലാരിസയും ഹസ്ബൻഡ് വാൾഡിമറും ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ അവരുടെ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ടേ വരികയുള്ളൂ. അങ്ങനെ അവർ എയർപോർട്ടിൽ ഫ്ലൈറ്റിനായി വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ലാരിസയുടെ അടുത്തൊരു പൈലറ്റ് വന്ന് ചോദിക്കും, എങ്ങോട്ടാ പോകുന്നത്? ഞാൻ മോസ്കോയിലോട്ടാണ്, നിങ്ങളും അങ്ങോട്ടാണോ? എനിക്ക് ഒരുപാട് യാത്രകൾ ചെയ്യാൻ ഇഷ്ടമാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടോ എന്റെ കൂടെ വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഹസ്ബൻഡ് വിടുമോ എന്ന് അറിയില്ല, ഹസ്ബൻഡിനോട് ചോദിക്കണം. ആ നിൽക്കുന്നതാണ് എന്റെ ഹസ്ബൻഡ്. ഇതെല്ലാം കണ്ടുകൊണ്ട് അപ്പുറ സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു വാൾഡിമർ. അയാൾ ചിരിക്കും. ഇത് കാണുന്ന പൈലറ്റ് അവിടെ നിന്ന് തിരിച്ചു പോകും. ആ സമയം അവർക്ക് പോകാനുള്ള ഫ്ലൈറ്റ് വന്നു. അവർ നേരെ ഫ്ലൈറ്റിലോട്ട് പോകാനായി ലൈനിൽ നിൽക്കും. ഒരുപാട് ഫാമിലീസും ഉണ്ടായിരുന്നു. ലാരിസ വാൾഡിമറോട് പറയും തന്റെ റിങ് ഭയങ്കര ടൈറ്റ് ആണ്. അതും പറഞ്ഞ് അവൾ ആ റിങ് ഊരി അയാളുടെ കയ്യിൽ കൊടുക്കും. അയാൾ അത് വാങ്ങി ലാരിസയുടെ ഹാൻഡ് ബാഗിലിടും. ഇതേസമയം അവരുടെ തൊട്ട് ബാക്കിൽ നിൽക്കുന്ന ഒരാൾ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരുന്നു. അയാൾ നാട്ടിലോട്ട് പോവുകയാണ്. അയാൾ നാട്ടിൽ പോയിട്ട് കുറച്ചു നാളായി, എന്റെ മകനെയും ഭാര്യയും കണ്ടിട്ട് കുറെ നാളായി. ഇതും പറഞ്ഞ് അയാൾ പേഴ്സിൽ നിന്ന് അവരുടെ ഫോട്ടോ എടുത്ത് ലാരിസയ്ക്കും വാൾഡിമറിനും കാണിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അവരെല്ലാവരും ഫ്ലൈറ്റിനകത്തോട്ട് കയറാൻ തുടങ്ങി. ആ സമയം ഫ്ലൈറ്റിനകത്ത് കയറുന്ന ഒരു കുഞ്ഞ് തന്റെ അമ്മയോട് ചോദിക്കും, അമ്മ ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പേടിച്ചിട്ടുണ്ടായിരുന്നു? അമ്മ പറയും, അതെ, ഞാനും ആദ്യമായി ഫ്ലൈറ്റിൽ കയറിയപ്പോൾ പേടിച്ചിട്ടുണ്ടായിരുന്നു. അമ്മ ആ കുഞ്ഞിന്റെ ടെഡി ബെയർ എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറയും, മോള് പേടിക്കണ്ട. വാൾഡിമർ ഫ്രണ്ടേ പോയി തന്റെ സീറ്റ് കണ്ടുപിടിക്കും. ആ സമയം ലാരിസ പറയും, നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കണ്ട, ബാക്കിലോട്ട് ഇരിക്കാം, അവിടെ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ലാരിസ ഇരിക്കുന്ന സ്ഥലത്തേക്ക് വാൾഡിമറും പോയിരിക്കും. ആ സമയം വാൾഡിമറോട് എയർ ഹോസ്റ്റസ് സീറ്റ് ബെൽറ്റ് ഇടാനായി പറയും. സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം വാൾഡിമർ ലാരിസയോടും പറയും സീറ്റ് ബെൽറ്റ് ഇടാനായി. അവൾ പറയും, ഞാൻ സീറ്റ് ബെൽറ്റ് ഇടില്ല. ആ സമയം വാൾഡിമർ ലാരിസയോട് പറയും, ഞാൻ നിന്റെ കയ്യിൽ പിടിച്ചിരിക്കാം. ലാരിസ പറയും, ഒരിക്കലും എന്റെ കൈ വിടരുത്. വാൾഡിമർ പറയും, ഇല്ല, ഞാൻ നിന്റെ കൈ ഒരിക്കലും വിടുകയില്ല. ആ സമയം ഫ്ലൈറ്റ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലൈറ്റ് പൊങ്ങി പറക്കാൻ തുടങ്ങി. ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഫ്ലൈറ്റിന് ഒരു വൈബ്രേഷൻ പോലെ ഉണ്ടായി. ആ സമയം വാൾഡിമറിന്റെ കയ്യിലുണ്ടായിരുന്ന ലാരിസയുടെ ഹാൻഡ് ബാഗ് നിലത്ത് വീഴും. ബാഗിനകത്ത് നിന്ന് അവരുടെ രണ്ടുപേരുടെയും വെഡിങ് റിംഗ് പുറത്തേക്ക് വീഴും. വാൾഡിമർ ആ 2 വെഡിങ് റിംഗും എടുത്ത് ബാഗിനകത്ത് വെക്കും. ആ ഫ്ലൈറ്റ് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്നായിരുന്നു വേറൊരു ഫ്ലൈറ്റ് വന്ന് ഈ ഫ്ലൈറ്റിൽ തട്ടുന്നത്. ഫ്ലൈറ്റുകൾ തമ്മിൽ ക്രാഷ് ആയതോടുകൂടി ഫ്ലൈറ്റ് തകർന്നു. ഫ്ലൈറ്റിനകത്തുണ്ടായിരുന്ന ഓരോരുത്തരെ പുറത്തേക്ക് തെറിച്ചു വീഴാൻ തുടങ്ങി. വാൾഡിമർ സീറ്റ് ബെൽറ്റ് ഇട്ടത് കാരണം അയാൾ സീറ്റിൽ തന്നെ ഉണ്ടായിരുന്നു. ലാരിസ സീറ്റ് ബെൽറ്റ് ഇടാത്തതിനാൽ അവൾ തെറിച്ചുപോയി. പക്ഷെ വാൾഡിമർ ലാരിസയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ ലാരിസയോട് വിളിച്ചു പറയും, എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകരുത്. പ്രഷർ കൂടുതൽ വരുന്നത് കാരണം വാൾഡിമറിന്റെ കൈവിട്ട് ലാരിസ തെറിക്കും. അവളൊരു ചെയറിന്റെ അടിയിൽ പിടിച്ചു നിൽക്കും. ആ സമയം വാൾഡിമർ ഇരുന്ന സൈഡ് നേരെ താഴേക്ക് പതിക്കും. ലാരിസ എങ്ങനെയൊക്കെയോ സീറ്റിൽ കയറി സീറ്റ് ബെൽറ്റ് ഇടും. സമയം നേരെ ഫ്ലൈറ്റ് താഴേക്ക് പതിക്കുന്നുണ്ടായിരുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് ലാരിസയ്ക്കായി വാൾഡിമർ ഒരു എയർപോർട്ടിൽ കാത്തിരിക്കുന്നു. ലാരിസ തന്റെ അടുത്തൂടെ പോകുമ്പോൾ അയാൾ കാണുന്നില്ല. പെട്ടെന്നായിരുന്നു അയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലാരിസ മുന്നോട്ട് പോയി കഴിഞ്ഞു. അയാൾ ഓടി ലാരിസയുടെ അടുത്തെത്തും. ലാരിസ വാൾഡിമറിനോട് പറയും, ഞാൻ കരുതി നിങ്ങൾ എന്നെ മറന്നു പോയിട്ടുണ്ടാവും. വാൾഡിമർ പറയും, ഒരിക്കലുമില്ല, ഞാൻ നിന്നെ ഒരിക്കലും മറക്കുകയില്ല. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വാൾഡിമറിന്റെ കാറിൽ കയറി അവളുടെ വീട്ടിലേക്ക് തിരിക്കും. അപ്പോൾ ലാരിസ പറയും, ഈ കാർ നിന്റേതാണോ? അവൻ പറയും, അല്ല, എന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. വാൾഡിമർ ലാരിസയുടെ വീടിന് ഫ്രണ്ടിൽ വണ്ടി നിർത്തുമ്പോൾ ലാരിസ പറയും, എനിക്കിപ്പോൾ വീട്ടിൽ പോകണ്ട, നമ്മൾ പണ്ട് പോകുന്ന ആ സ്ഥലത്ത് പോകാം. വാൾഡിമർ ലാരിസിനെ അവൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവരും. അതൊരു ബിൽഡിങ്ങിന്റെ ടോപ്പിലായിരുന്നു. അവിടെ കുറെ പ്രാവുകൾ ഉണ്ടായിരുന്നു. അവൾ കുറെ സമയം അതിനെ നോക്കി നിൽക്കും. ലാരിസ വാൾഡിമറോട് ചോദിക്കും, നീ എത്ര പെൺകുട്ടികളെ ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്? അയാൾ അവളുടെ മുഖത്ത് നോക്കി ചിരിക്കും. ആ ടോപ്പിൽ നിന്ന് നോക്കുമ്പോൾ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാമായിരുന്നു. അവർ രണ്ടുപേരും അതും നോക്കി കുറച്ചു സമയം നിൽക്കും. ലാരിസ വാൾഡിമറോട് ചോദിക്കും, എനിക്കൊരു സിഗരറ്റ് മേടിച്ചു തരാമോ? വാൾഡിമർ വാങ്ങിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് തിരിക്കും. വാൾഡിമർ ഒരു ഷോപ്പിൽ പോയി വൈനും സിഗരറ്റും മേടിക്കും. അവൻ അതും വാങ്ങി തിരിച്ചു വരുന്ന സമയം കാണുന്ന കാഴ്ച ലാരിസ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാനായി നിൽക്കുന്നു. ഇത് കാണുന്ന വാൾഡിമർ ഓടിപ്പോയി അവളെ പിടിച്ചു മാറ്റും. വാൾഡിമർ അവളോട് ചോദിക്കും, നിനക്കെന്താ വട്ടുണ്ടോ? അവൾ പറയും, ഇല്ല, ഞാൻ തോറ്റുപോയി. വാൾഡിമർ പറയും, നീ ഒരു എക്സാമിനല്ലേ തോറ്റത്, നീ ഒരു ഫൈറ്റർ ആണ് പറഞ്ഞ് അവൻ അവളെ സമാധാനപ്പെടുത്തും. അത് കഴിഞ്ഞിട്ട് വാൾഡിമർ അവളോട് പറയും, ഇനി എന്നും നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് അവർ നേരെ ലാരിസയുടെ വീട്ടിലേക്കായിരിക്കും പോകുന്നത്. ലാരിസയുടെ അമ്മ വാതിൽ തുറക്കുമ്പോൾ വാൾഡിമർ പറയും, ലാരിസ എത്തിയിട്ടുണ്ട്, അവൾ സേഫ് ആണ്, അവൾ ഹാപ്പിയാണ്. അപ്പോൾ അവർ ചോദിക്കും, ഇത്രയും സമയം എന്താ ലേറ്റ് ആയത്? ഞങ്ങൾ പേടിച്ചു പോയി.
മറുപടി ലാരിസ ഒന്നും വാൾഡിമർ വേറൊന്നും പറയും. അത് കേൾക്കുന്ന അവർക്ക് മനസ്സിലായി. ലാരിസയുടെ സിസ്റ്റർ പറയും ഇവർ രണ്ടുപേരും പറയുന്നതും കള്ളമാണ്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വാൾഡിമർ തന്റെ വീട്ടിലേക്ക് മടങ്ങും. ലാരിസയുടെ അമ്മ പറയും ഇനി അടുത്ത എക്സാം എഴുതണം, അതിൽ ജയിക്കണം. അതും പറഞ്ഞ് അവർ അവളെ സമാധാനപ്പെടുത്തും. പിറ്റേ ദിവസം രാവിലെ വാൾഡിമർ പുറത്തിറങ്ങാൻ സമയത്ത് അവൻ അവന്റെ അമ്മയോട് ബെൽറ്റ് എവിടെയാന്ന് ചോദിക്കും. അവന്റെ അമ്മ അവനെ വഴക്കു പറയും. സ്വന്തം ബെൽറ്റ് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത നീയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത്? വാൾഡിമറിന്റെ അമ്മ ഗലീന പറയും ആ പെൺകുട്ടി നിനക്ക് ചേർന്നതല്ല, ഞാൻ പറയുന്നത് നീ കേൾക്കൂ. നീ കാണാൻ നല്ല സുന്ദരനാണ്, പക്ഷെ അവളോ അതുപോലത്തെ ഒരു പെണ്ണ് നിനക്ക് ചേരില്ല. നിനക്ക് നിന്റെ അമ്മയെ പോലെ സൗന്ദര്യമുള്ള നല്ല പെൺകുട്ടിയെ കിട്ടും. വാൾഡിമർ പറയും എനിക്ക് അവളെ മാത്രം മതി, ഞാൻ അവളെ കല്യാണം കഴിക്കും. അവർ പറയും എന്റെ വാക്ക് ധിക്കരിച്ച് നീ ഒന്നും ചെയ്യരുത്. വാൾഡിമർ പറയും എന്റെ ജീവിതമാണ്, അത് എന്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും. ആ സമയം ഗലീന പറയും എന്റെ കാറോ ഒരു സമ്പാദ്യമോ നിനക്ക് തരികയില്ല. വാൾഡിമർ കാറിന്റെ ചാവിയും അവിടെ ഇട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകും. വാൾഡിമറും ലാരിസയും ഡോക്ടേഴ്സിന് പഠിക്കുന്നവരായിരുന്നു. ലാരിസിന്റെ ക്ലാസ് റൂമിൽ വാൾഡിമർ വന്ന് ഒരു ബാനർ തന്നെ വിവാഹം ചെയ്യുമോ എന്ന് എഴുതി കാണിക്കും. ലാരിസ ക്ലാസ് റൂമിൽ നിന്നിറങ്ങി വാൾഡിമറിന്റെ കൂടെ പുറത്തേക്ക് ഓടി വരും. പുറത്ത് വന്നതിന് ശേഷം വാൾഡിമർ ലാരിസയോട് പറയും വാൾഡിമർ ലാരിസിനോട് പറയും നമുക്ക് ഇപ്പോൾ വിവാഹം ചെയ്ത് ഒരുമിച്ച് ജീവിക്കാം. എന്റെ മുത്തശ്ശിക്ക് ഒരു വീടുണ്ട്, അവിടെ പോയി നമുക്ക് താമസിക്കാം. അവൾ ചോദിക്കും എങ്ങനെ ജീവിക്കും, നമുക്ക് പഠിക്കണ്ടേ? അവൻ പറയും രാത്രി നമുക്ക് ജോലി ചെയ്ത് പകൽ പഠിക്കാം. എന്റെ കയ്യിലുണ്ടായിരുന്ന കാർ അമ്മയ്ക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. ലാരിസ വാൾഡിമറിനോട് ചോദിക്കും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണോ വന്നത്? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇതും പറഞ്ഞ അവൾ അവന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകും. അവൾ മുന്നോട്ട് നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കി ചിരിക്കും. ആ സമയമാണ് അവന് മനസ്സിലാവുന്നത് അവൾ തമാശ പറഞ്ഞതാണ്. അവൾ അവനോട് പറയും ഞാൻ നിന്റെ ഫേസ് കാണാനായി ചുമ്മാ പറഞ്ഞതാണ്, നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ അവർ വിവാഹം ചെയ്ത് അവന്റെ മുത്തശ്ശിയുടെ ആ പഴയ വീട്ടിലേക്ക് പോകും. ആ വീട് ഫുള്ളും പൊടിയടിച്ച് വൃത്തികേടായി കിടപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ വീട് വൃത്തിയാക്കി പെയിന്റ് അടിച്ചെടുക്കും. അവർ രണ്ടുപേരും രാത്രി ജോലിക്ക് പോയി പകൽ പഠിക്കും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവരുടെ വീട്ടിലേക്ക് ലാരിസയുടെ അച്ഛനും അമ്മയും അവളുടെ അനുജനും വരും. ലാരിസും വാൾഡിമറും അവർക്ക് ഫുഡെല്ലാം റെഡിയാക്കി കൊടുക്കും. ലാരിസയുടെ അമ്മ പറയും വീട് നല്ല മനോഹരമായി വെച്ചിട്ടുണ്ടല്ലോ. അവൾ പറയും വ്ളാഡിമറാണ് ഇതെല്ലാം സെറ്റ് ചെയ്തത്. ആ സമയം ലാരിസയുടെ അമ്മ വ്ളാഡിമറിനോട് ചോദിക്കും അമ്മയെ വിളിക്കാറുണ്ടോ? വ്ളാഡിമർ പറയും ഇല്ല, ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് അമ്മയ്ക്ക് അറിയാം. ലാരിസയുടെ അമ്മ പറയും നിങ്ങൾക്ക് ജീവിക്കാനായി ഞാൻ കാശ് തരാം. വ്ളാഡിമർ പറയും അത് വേണ്ട, ക്യാഷിന്റെ ആവശ്യമൊന്നുമില്ല, അത്യാവശ്യം കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിൽ നിങ്ങൾക്കൊരു ട്രിപ്പ് പോകാനുള്ള കാര്യങ്ങൾ ഞങ്ങൾ റെഡിയാക്കി തരാം. നിങ്ങളുടെ ഹണിമൂൺ കഴിഞ്ഞിട്ടില്ലല്ലോ. വാൾഡിമർ പറയും വേണ്ട, ഞാൻ അതിനുള്ള പ്ലാൻ എല്ലാം എടുത്തു കഴിഞ്ഞു. ലാരിസ ചോദിക്കും അതെയോ? പറയും അതെ, എക്സാം കഴിഞ്ഞതിന് ശേഷം അവർ രണ്ടുപേരും ഹണിമൂണിനായി പോകുമെന്ന് വാൾഡിമർ അവരോട് പറയും. ആ സമയം ലാരിസയുടെ അച്ഛൻ വാൾഡിമറിനെ കളിയാക്കി സംസാരിക്കും. വാൾഡിമർ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവർ രണ്ടുപേരും ഒരു മൂവി കാണാനായി പോയി. ആ മൂവിയിൽ ഒരു വിമാനം ക്രാഷ് ആവുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. ലാരിസ പറയും ഇതൊന്നും റിയൽ ലൈഫിൽ വരുന്നതല്ല. മൂവി കണ്ട് പുറത്തിറങ്ങുന്ന സമയം ലാരിസ വാൾഡിമറിനോട് പറയും ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വരാം. വാൾഡിമർ പറയും ഞാൻ കോഫി ഷോപ്പിൽ ഉണ്ടാവും, നീ അങ്ങോട്ട് വന്നാൽ മതി. വാൾഡിമർ ലാരിസയുടെ കയ്യിൽ പിടിച്ചിട്ട് വീണ്ടും ചോദിക്കും നീ വരുമല്ലോ? അവൾ പതുക്കെ അവന്റെ അടുത്ത് വന്നിട്ട് പറയും ഞാൻ തീർച്ചയായിട്ടും വരും. ലാരിസ വാഷ്റൂമിൽ കയറി കൈ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് എല്ലാം മിന്നി അണയാൻ തുടങ്ങി. അവൾക്ക് തോന്നും അവളുടെ ബാക്കിൽ ആരോ വന്ന് നിൽപ്പുണ്ട്. അതൊരു വികൃത രൂപമായിരുന്നു. അവൾ തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് നിലവിളിക്കും. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് തിരിച്ചു വന്നു. അവിടെ എങ്ങും ആരുമില്ല. അവൾ പതുക്കെ ആ വാഷ്റൂമിൽ നിന്ന് പുറത്തിറങ്ങും. അവൾ പുറത്തിറങ്ങി അവിടെ ചുറ്റും നോക്കും. അവിടെ എങ്ങും ആരുമില്ല. ഫുൾ ഇരുണ്ട് കിടപ്പുണ്ടായിരുന്നു. അവൾ പതുക്കെ നടന്ന് മുന്നോട്ട് വരുമ്പോൾ അവിടെ ഒരു വാതിൽ കാണും. അവൾ നേരെ ആ വാതിലിന്റെ അടുത്തേക്ക് പോകും. ലാരിസ ഡോറ് തുറന്ന് പുറത്തിറങ്ങി മുന്നോട്ട് നടക്കാൻ തുടങ്ങും. അവൾ നോക്കുമ്പോൾ ചുറ്റും കാടായിരുന്നു. അവൾ പതുക്കെ പതുക്കെ മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു വിമാനം തകർന്നു കിടപ്പുണ്ടായിരുന്നു. ലാരിസ പതുക്കെ നടന്ന് ആ വിമാനത്തിന്റെ അടുത്തേക്ക് ചെല്ലും. ആ വിമാനത്തിൽ അബോധാവസ്ഥയിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പതുക്കെ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ചെല്ലും. ആ പെൺകുട്ടിയെ സൂക്ഷിച്ചു നോക്കിയതിനു ശേഷം അവൾ ആ പെൺകുട്ടിയെ തട്ടി വിളിക്കും. പെട്ടെന്ന് ആ പെൺകുട്ടി ഞെട്ടി ഉണരും. അത് ലാരിസ തന്നെയായിരുന്നു. ഇത്രയും സമയം കണ്ടതെല്ലാം ലാരിസയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ലാരിസയുടെ അബോധാവസ്ഥയിൽ അവൾ കാണുന്നതായിരുന്നു. അവൾ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. ലാരിസ എണീക്കാൻ പോലും പറ്റാത്ത വിധം അവശതയിലായിരുന്നു. അവൾ നോക്കുമ്പോൾ അവളുടെ കാലിൽ ഒരു ഇരുമ്പ് കമ്പി തുളച്ചു കയറിയിട്ടുണ്ടായിരുന്നു. ആ കമ്പി കാലിൽ നിന്ന് അവൾ വലിച്ചൂരിയെടുക്കും. അവൾ നിലവിളിക്കുകയായിരുന്നു വേദന കൊണ്ട്. ആ സമയം വിമാനത്തിന് എന്താ സംഭവിച്ചതെന്ന് അറിയാനായി ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ലാരിസ തന്റെ വസ്ത്രം കീറി ആ മുറിവിൽ കെട്ടി. അവൾക്ക് നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവൾ പതുക്കെ ആ സീറ്റിൽ നിന്ന് എണീക്കാനായി ശ്രമിച്ചു. പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ നന്നായി ബുദ്ധിമുട്ടി പതുക്കെ എണീറ്റു. ലാരിസ അവിടെ നിന്ന് വാൾഡിമറിനെ വിളിക്കാൻ തുടങ്ങി. നീ എവിടെയാണ്? ഇതും പറഞ്ഞ് അവൾ കരയുകയായിരുന്നു. ആ സമയം അവളുടെ തൊട്ടു ബാക്കിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ലാരിസ പോയി പിടിച്ചു നോക്കുമ്പോൾ ആ ലേഡിയുടെ ഫേസ് എല്ലാം പോയിട്ടുണ്ടായിരുന്നു. അവർ മരിച്ചിരിക്കുകയായിരുന്നു അതിനകത്ത്. ഇതും കൂടെ കാണുന്ന ലാരിസ വീണ്ടും അവിടെ തളർന്ന് ബോധം കെട്ടിരിക്കും. ആ സമയം വിമാനം തകർന്നിടത്തേക്ക് ഹെലികോപ്റ്ററിൽ പട്ടാളക്കാർ വരുന്നുണ്ടായിരുന്നു. ലാരിസയുടെ അമ്മയും അവളുടെ അനിയനും പുറത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു അവർക്ക് ടെലിഗ്രാം വരുന്നത്. ലാരിസയ്ക്ക് കാർ ആക്സിഡന്റ് എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. അതേസമയം കാട്ടിൽ ലാരിസയ്ക്ക് ബോധം വരുന്നു. ആ സമയം അവിടെ ഹെലികോപ്റ്റർ പോകുന്ന സൗണ്ട് അവൾ കേൾക്കും.
ഹെലികോപ്റ്ററിൽ വരുന്നവരും അവിടെ ഫുള്ളും നോക്കുന്നുണ്ടായിരുന്നു. ലാരിസ പതുക്കെ എണീറ്റ് അവളുടെ ബാക്കിലുണ്ടായിരുന്ന ആ ലേഡിയുടെ കഴുത്തിൽ നിന്നും അവളുടെ സ്കാർഫ് വലിച്ചൂരിയെടുക്കും. അതിനുശേഷം പതുക്കെ പുറത്തിറങ്ങി ആ ഹെലികോപ്റ്ററിന്റെ സൗണ്ട് വരുന്ന ആ ദിശയിലോട്ട് അവൾ നടക്കും. അവിടെ നിന്ന് കയ്യിലുണ്ടായിരുന്ന സ്കാർഫ് ഉയർത്തി കാണിക്കും. ഹെലികോപ്റ്റർ ആ സമയം അതുവഴി കടന്നു പോകുന്നുണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്ന ഒരു പ്രായമായ ഓഫീസർ ഇത് കാണുന്നുണ്ടായിരുന്നു. അയാൾ പറയും, ഒരു പെൺകുട്ടിയെ കണ്ടതുപോലെ തോന്നുന്നു. ഈ സമയം അവളെയും കടന്ന് ഹെലികോപ്റ്റർ പോയിട്ടുണ്ടായിരുന്നു. അവൾ കരഞ്ഞുകൊണ്ട് നിലത്തിരിക്കും. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നവർ അവിടെ ചുറ്റും നോക്കും, പക്ഷെ ആരെയും കണ്ടില്ല. അതിലുണ്ടായിരുന്ന ഒരാൾ പറയും, ഈ കാടിന് നടുക്ക് എങ്ങനെ പെൺകുട്ടി വരാനാ? ആരെങ്കിലും രക്ഷപ്പെട്ടിട്ടുണ്ടാവുമോ? ആ സമയം ഓഫീസർ പറയും, ഇത്രയും ഉയരത്തിൽ നിന്നാണ് വിമാനം തകർന്നിരിക്കുന്നത്, ആരും രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. അതേസമയം പട്ടാളക്കാർ കാടിന്റെ ഒരു സൈഡ് പരിശോധിക്കുകയായിരുന്നു. പൈലറ്റ് മരിച്ച് ഒരു മരത്തിൽ തൂങ്ങി കിടക്കുകയായിരിക്കും. അവർ അവിടെ എല്ലാം പരിശോധിക്കുമ്പോൾ അവർക്ക് ഡെഡ് ബോഡികളും കിട്ടുന്നുണ്ട്. അവർ അതെല്ലാം അവിടെ നിന്ന് മാറ്റുന്നുണ്ടായിരുന്നു. ഇതേസമയം ഇവരുടെ എല്ലാം ജനറൽ വന്നിട്ടുണ്ടായിരുന്നു. അയാൾ പറയും, നിങ്ങൾ ഇങ്ങനെ നോക്കിയാൽ ശരിയാവില്ല. നിങ്ങൾ സെർച്ച് ചെയ്യുന്നിടം എല്ലാം മാർക്ക് ചെയ്യണം. ആരെങ്കിലും എവിടെയെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിലോ കാടിന്റെ എല്ലാ ഭാഗവും നന്നായി നോക്കണം. എന്നിട്ട് അയാൾ പറയും, എനിക്ക് ഈ സംഭവത്തിനെ കുറിച്ചുള്ള റിപ്പോർട്ടെല്ലാം എത്രയും പെട്ടെന്ന് കറക്റ്റായ രീതിയിൽ കിട്ടണം. അവർ വീണ്ടും അവിടെ എല്ലാം സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ആരെയും കിട്ടിയില്ല. ഇതേസമയം ലാരിസയുടെ അമ്മ അവർക്ക് കിട്ടിയ ടെലഗ്രാമും കൊണ്ട് ടെലഗ്രാം അയച്ച ഓഫീസിലേക്ക് വരും. അവർ അവിടെ വന്ന് എൻക്വയറിയിൽ അവരോട് പറയും, ഈ ടെലഗ്രാം എനിക്ക് ഇവിടെ നിന്ന് അയച്ചതാണ്. അവിടെ ഇരിക്കുന്ന ലേഡി പറയും, ഇത് ഒഫീഷ്യലാണ്, ഇത് എനിക്ക് നോക്കാൻ പറ്റില്ല. ലാരിസിന്റെ അമ്മ പറയും, എന്റെ മകൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, എനിക്ക് എന്താണെന്ന് അറിയണം. ആ സമയം ആ ലേഡി പറയും, അവർ വേറൊരു സെക്ഷനിലോട്ട് ഇവരെ പറഞ്ഞു വിടും. ലാരിസിന്റെ അമ്മ ആ ഓഫീസറുമായി സംസാരിക്കുമ്പോൾ അവർ പറയും, നിങ്ങളുടെ മകൾ ഒരു കാർ ആക്സിഡന്റിൽ മരിച്ചു. ലാരിസിന്റെ അമ്മ പറയും, എന്റെ മകൾ കാറിലല്ല പോയത്, അവൾ വിമാനത്തിലാണ് പോയത്. ആ ഓഫീസറുടെ സംസാരത്തിൽ ലാരിസിന്റെ അമ്മയ്ക്ക് മനസ്സിലായി, ഇവർ എന്തോ മറയ്ക്കുന്നുണ്ട്. ഇതേസമയം ലാരിസ വാൾഡിമറെ അന്വേഷിച്ച് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അവൾക്ക് നേരെ നടക്കാൻ പോലും പറ്റില്ലായിരുന്നു. മുറിഞ്ഞ കാലും വെച്ച് കെട്ടി അവൾ വേച്ചു പതുക്കെ മുന്നോട്ട് നടന്നു. പൊട്ടിപ്പൊളിഞ്ഞു പോയ വിമാനത്തിന്റെ ഒരു ഭാഗത്തിന്റെ അടുത്തായിരുന്നു അവൾ എത്തിച്ചേർന്നത്. ലാരിസ പതുക്കെ മുന്നോട്ട് നടന്നു നോക്കുമ്പോൾ അവിടെ ഒരു കടുവ. അവൾ അതിനെ കണ്ട് ഒളിച്ചു നിൽക്കാൻ ശ്രമിക്കും, പക്ഷെ ആ കടുവ അവളെ കാണും. ആ കടുവ ലാരിസയെ കണ്ട് അവളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും. അതേസമയം ആകാശത്തോടുകൂടി ഹെലികോപ്റ്റർ പോകുന്ന സൗണ്ട് കേൾക്കാം. ഇത് കേൾക്കുന്ന കടുവ ഹെലികോപ്റ്ററിന്റെ ബാക്കേ പോവും. ഭാഗ്യത്തിന് ലാരിസ രക്ഷപ്പെടും. ലാരിസ പതുക്കെ അവിടെ ഇരുന്ന് അവൾ ചുറ്റും നോക്കും. ആ സമയം അവൾക്കൊരു ടെഡി ബെയർ കിട്ടും. ആ സമയം ലാരിസ വ്ളാഡിമറിനെ കുറിച്ച് ആലോചിക്കും. വ്ളാഡിമർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിന്റെ കൈ എപ്പോഴും പിടിച്ചിരിക്കുമെന്ന്. അവൾ അതും ആലോചിച്ച് അവിടെ വിഷമിച്ചിരിക്കും. അത് കഴിഞ്ഞ് അവൾ ചുറ്റും നോക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു ഏകാന്തത ഫീൽ ചെയ്യാൻ തുടങ്ങും. അവൾക്ക് എങ്ങനെയെങ്കിലും വ്ളാഡിമറിന്റെ അടുത്തെത്തണം. പക്ഷെ എങ്ങോട്ട് പോകണം എന്നൊന്നും അവൾക്കറിയില്ല. ഏത് ദിശയിലേക്കാ പോകേണ്ടതെന്ന് അറിയാൻ ഒരു വഴിയുമില്ലായിരുന്നു. ആ സമയം ലാരിസയ്ക്ക് ഓർമ്മ വരും, മുന്നേ ഒരു ദിവസം വാൾഡിമർ അവളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു സൂചി എടുത്ത് നന്നായി ചൂടാക്കിയതിനു ശേഷം ഒരു ഇലയെടുത്ത് ആ ഇലയുടെ പുറത്ത് ഈ സൂചി വെച്ച് അത് പതുക്കെ വെള്ളത്തിലോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് ചലിക്കുന്ന സൈഡ് നോക്കി നമുക്ക് കിഴക്കും വടക്കും എല്ലാം തിരിച്ചറിയാൻ പറ്റും എന്ന് വാൾഡിമർ അവളോട് പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ടെഡി ബെയറിന്റെ ഒരു ലോക്കറ്റ് ഊരിയെടുത്ത് അതിൽ നിന്ന് പിന്നെടുത്ത് ഇയാൾ പറഞ്ഞതുപോലെ ചെയ്തു നോക്കും. ആ സമയം ഇല ഒരു ദിശയിലോട്ട് തിരിയും. അവൾ എന്തായാലും ആ വഴി പോകാനായി തീരുമാനിച്ചു. ലാരിസ് തിരിച്ച് അവൾ ഉണ്ടായിരുന്ന വിമാനത്തിന്റെ അടുത്തേക്ക് തിരിക്കും. അവിടെ ഒരു അരുവി കാണും. അവൾ ആ അരുവിയിൽ നിന്ന് വെള്ളം കുടിക്കും. അതേസമയം അവിടെ ഒരു പ്ലാസ്റ്റിക് കവർ ഒഴുകി വരുന്നുണ്ടായിരുന്നു. ആ പ്ലാസ്റ്റിക് കവർ നിറച്ചും വെള്ളവും എടുത്ത് ഒരു കമ്പിൽ കെട്ടിവെച്ച് അവൾ ആ കമ്പിൽ പിടിച്ച് നടന്ന് നേരെ അവളുടെ പൊളിഞ്ഞ വിമാനത്തിന്റെ അടുത്തേക്ക് വരും. അവൾ വിമാനത്തിൽ മരിച്ചിരുന്ന ആ സ്ത്രീയുടെ കോട്ടൂരി അവൾ ഇടും. അത് കഴിഞ്ഞ് അവളുടെ ചെരുപ്പിന്റെ ഹീലെല്ലാം ശരിയാക്കും. ആ ഇല തിരിഞ്ഞ ദിശയിൽ ലക്ഷ്യമാക്കി അവൾ തിരിക്കും. അവൾ കമ്പും പിടിച്ച് കുറെ ദൂരം മുന്നോട്ട് നടക്കാൻ തുടങ്ങി. ഇതേസമയം കാടിന്റെ മറ്റൊരു ഭാഗത്ത് പട്ടാളക്കാർ അന്വേഷിക്കുകയായിരുന്നു, ആരെങ്കിലും ജീവനോടുണ്ടോ, വിമാനത്തിന്റെ ഏതെങ്കിലും പാർട്സ് ഉണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. ഇതേസമയം കാടിന്റെ മറ്റൊരു സൈഡിൽ വളരെ ബുദ്ധിമുട്ടി വാൾഡിമറെ അന്വേഷിച്ച് ലാരിസ് നടക്കാൻ പോലും പറ്റാതെ ഏന്തി നടക്കുന്നുണ്ടായിരുന്നു. അതേസമയം വാൾഡിമറെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ലാരിസയുടെ മനസ്സിൽ ഫുള്ളും. അവര് രണ്ടുപേരും ട്രക്കിങ്ങിന് പോയതും അവര് തമ്മിലുള്ള നല്ല നിമിഷങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ അപ്പോൾ ഓർമ്മയിലെത്തിയത്. അവൾ അവിടെ നിന്ന് വീണ്ടും എണീച്ച് നടക്കാൻ തുടങ്ങി. അവൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ദാഹിക്കാൻ തുടങ്ങി. അവൾ കമ്പിൽ കെട്ടി വെച്ചിരുന്ന വെള്ളത്തിൽ നിന്നും കുറച്ചെടുത്ത് കുടിച്ചു. അവൾ വീണ്ടും മുന്നോട്ട് നടന്നു. അവിടെ ഫുള്ളും ചതുപ്പ് പോലെ എന്തോ ആയിരുന്നു. അവൾ കമ്പിട്ട് കുത്തി പതുക്കെ മുന്നോട്ട് നടന്നു. പെട്ടെന്ന് അവളുടെ ഒരു കാൽ ചതുപ്പിൽ താന്നു. അവളുടെ ആരോഗ്യം വളരെ മോശമായിരുന്നതിനാൽ അവൾക്ക് അത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അവളുടെ കയ്യിലുണ്ടായിരുന്ന കമ്പ് മറിഞ്ഞ് അവൾ നേരെ ചതുപ്പിൽ വീണു. അവിടെ നിന്ന് കയറി വരാനായി അവൾ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലായിരുന്നു. ആ സമയം അവിടെ ഒരു മുറിഞ്ഞ മരത്തിന്റെ വേര് അവൾ കണ്ടു. ആ വേര് എങ്ങനെയെങ്കിലും എത്തിപ്പിടിക്കാനായി അവൾ ഒരുപാട് ശ്രമിച്ചു. അവസാനം അവൾ ആ വേരിൽ പിടിച്ചു വല്ല വിധനയും കരയിൽ കയറി. ലാരിസ് കരയിൽ കയറി കിടന്നു. അവൾക്ക് അനങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. അവൾ വളരെ ക്ഷീണിതയായിരുന്നു. അവൾ അങ്ങനെ അവിടെ കുറച്ചു സമയം കിടന്നു. അതേസമയം ഓഫീസേഴ്സ് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, ഈ അപകടം എങ്ങനെയാ വന്നത്, എയർഫോഴ്സിന്റെ വിമാനം എങ്ങനെ ആ സമയം അവിടെ എത്തി. ഇതേസമയം ലാരിസ് എണീച്ച് നടക്കാൻ തുടങ്ങി. അവൾക്ക് നടക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ടും അവൾ വാൾഡിമറിന് വേണ്ടി മുന്നോട്ട് നടന്നു. അവിടെ നിന്നൊരു കയറ്റം പോലെയായിരുന്നു. അവൾ കയറുന്ന സമയത്ത് അവളും വാൾഡിമറും കൂടെ ട്രക്കിങ്ങിന് പോയ കാര്യങ്ങൾ അവൾ വീണ്ടും ഓർക്കാൻ തുടങ്ങി.
അവൾക്ക് കയറാൻ ബുദ്ധിമുട്ടായിരുന്ന സമയത്ത് വാൾഡിമർ തന്റെ കൈ പിടിച്ചായിരുന്നു അവളെ മുന്നോട്ട് കയറ്റി വിട്ടത്. അതും ആലോചിച്ച് അവൾ വീണ്ടും മുന്നോട്ട് നടക്കാൻ തുടങ്ങും. ആ കയറ്റം അവൾ കമ്പ് കുത്തി പതുക്കെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ചെരുപ്പ് സ്ലിപ്പായി അവൾ മറിഞ്ഞു വീഴും. ആ വീഴുന്ന സമയത്തും വാൾഡിമറും അവളുമായിട്ടുള്ള നല്ല നിമിഷങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ. വാൾഡിമർ തന്നെ തോളിൽ എടുത്തിട്ട് പോകുന്നതും അവർ തമ്മിലുള്ള ഒരുപാട് നല്ല നിമിഷങ്ങളായിരുന്നു അവളുടെ മനസ്സിൽ മിന്നി മാറിക്കൊണ്ടിരുന്നത്. അവൾ മറിഞ്ഞു മറിഞ്ഞു വന്ന് വീണ സ്ഥലത്ത് നിന്നും അവൾ പതുക്കെ എണീക്കാനായി ശ്രമിക്കും. പക്ഷേ ലാരിസയ്ക്ക് ഒട്ടും പറ്റുന്നില്ലായിരുന്നു. ഒടിഞ്ഞ ഒരു കമ്പിന്റെ ഭാഗം കുത്തി അവൾ പതുക്കെ മുകളിലോട്ട് കയറാൻ ശ്രമിച്ചു. അതേസമയം എയർഫോഴ്സിന്റെ പൈലറ്റ് ഓഫീസറുടെ അടുത്തെത്തി. ഓഫീസർ ചോദിക്കും, അന്ന് എന്താ സംഭവിച്ചത്? ആ പൈലറ്റ് പറയും, എയർഫോഴ്സിൽ നിന്ന് 2 വിമാനമായിരുന്നു പോയത്. അതിലൊരു വിമാനമാണ് ഈ പോയ വിമാനവുമായി ക്രാഷ് ആയത്. പാസഞ്ചറിനെ കൊണ്ട് പോയ വിമാനം ലേറ്റ് ആയിട്ടായിരുന്നു പോയത്. എയർഫോഴ്സിന്റെ വിമാനം ഓട്ടിച്ചവർക്ക് ആ സമയം അതുവഴി വിമാനം വരുന്നുണ്ടെന്ന സിഗ്നൽ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതേ സമയം ലാരിസ പതുക്കെ മുകളിൽ കയറി പമ്പും എടുത്ത് നടക്കാൻ തുടങ്ങി. അവൾ ഏറെ ദൂരം മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്നായിരുന്നു അവൾ ആ കടുവയെ കാണുന്നത്. നേരത്തെ എങ്ങനെയൊക്കെയോ ആ കടുവയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കടുവ എവളെ നോക്കി പതുക്കെ എണീക്കാൻ തുടങ്ങി. ലാരിസ് ആ സമയം തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് തിരിഞ്ഞോടി. അവൾ ഏറെ ദൂരം ഓടി. ആ കടുവയും അവളുടെ ബേക്കേ ഉണ്ടായിരുന്നു. അവൾ ഓടി ഒരു കുഴിയിൽ വന്ന് വീഴും. ആ വീണെടുത്തുനിന്ന് അവൾക്ക് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ പതുക്കെ അവിടെ നിന്ന് എണീക്കാനായി ശ്രമിക്കും. അവൾ പതുക്കെ എണീറ്റ് മുകളിലോട്ട് നോക്കുമ്പോൾ ആ കടുവ വരുന്നുണ്ട്. അവൾ കടുവ കാണാതെ അവിടെ ഒളിച്ചിരിക്കും. ആ കടുവ ഇവിടെ വന്ന് നോക്കിയിട്ട് ഇവളെ കാണാഞ്ഞതിൽ അത് തിരിച്ചു പോകും. ലാരിസ കുഴിയിൽ നിന്ന് കയറി വീണ്ടും നടക്കാൻ തുടങ്ങി. എങ്ങനെയും അവൾക്ക് വാൾഡിമറിന്റെ അടുത്തെത്തണം. അവൾക്ക് നല്ല തണുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവൾ പതുക്കെ മുന്നോട്ട് നടക്കുമ്പോൾ വിമാനത്തിന്റെ പൊളിഞ്ഞ ഭാഗം കുറെ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ഒരു പെട്ടി കിടക്കുന്നത് അവൾ കാണും. അവൾ പതുക്കെ ആ പെട്ടി തുറന്നു നോക്കും. ആ പെട്ടിക്കകത്ത് നിന്ന് അവൾക്കൊരു ലൈറ്റർ കിട്ടും. അവൾ അവിടെ തീ കൂട്ടി അവിടെ കിടക്കും. ആ പെട്ടിയിൽ നിന്ന് അവൾക്ക് കുറച്ച് ഫുഡ് കിട്ടും. അതും അവൾ കഴിക്കും. ലാരിസയ്ക്ക് അവിടെ നിന്ന് ഒരു ലോക്കറ്റും കിട്ടും. അവൾ അത് തുറന്നു നോക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവരോട് വന്ന് ആ ഫാമിലിയെ കുറിച്ച് സംസാരിച്ച ഫാമിലിയുടെ ഫോട്ടോ ഒക്കെ കാണിച്ചു കൊടുത്ത അയാളുടേതായിരുന്നു ഇതെല്ലാം. അയാൾ തന്റെ കുഞ്ഞിനായി മേടിച്ച ഒരു കുഞ്ഞു കളിപ്പാട്ടം, ഒരു കുഞ്ഞു കാറായിരുന്നു അത്. അതും അവളെടുത്ത് നോക്കും. ലാരിസ അതെല്ലാം തിരിച്ച് ആ പെട്ടിയിൽ വെച്ചിട്ട് അവിടെ കിടക്കും. ആ സമയം അവളുടെ മനസ്സിൽ വാൾഡിമറും അവളുമായിട്ടുള്ള നല്ല നിമിഷങ്ങൾ വരും. അവർ രണ്ടുപേരും കൂടെ ഒരു ദിവസം ട്രക്കിങ്ങിന് പോകുമ്പോൾ വാൾഡിമർ ലാരിസ കാണാതെ എന്തോ വരയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ചോദിക്കും, അതെന്താന്ന്? അവൻ പറയും, ഒരു ദിവസം ഞാൻ നിനക്കത് കാണിച്ചു തരാമെന്ന്. അത് കഴിഞ്ഞ് അവൻ കുറച്ച് വിറകുമായി വരാമെന്നും പറഞ്ഞ് കാട്ടിലേക്ക് പോകും. അവൾ അവനെ കാത്തിരിക്കും. ലാരിസ വാൾഡിമറിനെ അവിടെ നിന്ന് ഉറക്കെ വിളിക്കും. പക്ഷെ അവിടെ ആരും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് പേടിയാം അവൻ എന്തെങ്കിലും പറ്റിയോ എന്ന് കരുതി. പക്ഷെ ഒരുപാട് താമസിച്ചായിരുന്നു വാൾഡിമർ എത്തുന്നത്. ആ സമയം നല്ല മഴ പെയ്യാൻ തുടങ്ങും. വാൾഡിമർ വരുമ്പോൾ ലാരിസ കരയാൻ തുടങ്ങും. അത് കാണുന്ന വാൾഡിമർ ലാരിസയെ സമാധാനപ്പെടുത്തും. വാൾഡിമറോട് ലാരിസ പറയും, ഇനി ഒരിക്കലും എന്നെ തനിച്ചാക്കി ഒരിടത്തും പോകരുത്. അവൻ പറയും, ഇല്ല, ഇനി ഒരിക്കലും ഞാൻ നിന്നെ തനിച്ചാക്കി എങ്ങും പോകില്ല. അതേസമയം വിമാനത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ഓഫീസർ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഓഫീസറിന്റെ അടുത്ത് ജനറൽ വരും. അയാൾ ചോദിക്കും, എന്തായി? ആ ഓഫീസർ ജനറലിനോട് പറയും, ലേറ്റ് ആയിട്ടാണ് പാസഞ്ചർ വിമാനം വരുന്നത് എന്നുള്ള കാര്യം ആ ഫൈറ്റർ ജെറ്റുകാർക്കും അറിയില്ലായിരുന്നു. പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ വീണ്ടും നടക്കാൻ തുടങ്ങും ലാരിസ്. അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അതിന്റെ മുകളിൽ കയറാനായി അവൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾ പതുക്കെ അതിന്റെ മണ്ടയിൽ കയറും. പതുക്കെ കയറി ആ കുന്നിന്റെ മുകളിലെത്തി. അവൾ അവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ അവിടെ ഒരു വലിയ നദിയുണ്ട്. അവൾ അവിടെ കിടന്ന് കുറെ സമയം അവിടെ ചുറ്റും നോക്കും. പക്ഷെ ഒന്നും കാണുന്നില്ല. പെട്ടെന്ന് അവളുടെ കണ്ണിൽ ആ വിമാനത്തിന്റെ ഒരു പാർട്സ് കാണും. അത് ആ നദിയുടെ അപ്പുറ സൈഡായിരുന്നു. ലാരിസയ്ക്ക് ഇനി എങ്ങനെയെങ്കിലും ആ നദിയുടെ അപ്പുറ സൈഡ് എത്തണം. അവൾ താഴെ വന്ന് നോക്കുമ്പോൾ ആ നദിക്ക് നല്ല ഒഴുക്കുണ്ട്. അവളുടെ കാലാണെങ്കിലും മുറിഞ്ഞിട്ടുമുണ്ട്. ആ വെള്ളത്തിൽ നിറച്ച് പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. അവൾ നേരെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അവളുടെ മുറിഞ്ഞ കാലിന്റെ വേദന കാരണം അവൾക്ക് മുന്നോട്ട് നടക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾ തീരെ അവശതയിലായിരുന്നു. അവൾക്ക് എങ്ങനെയെങ്കിലും വാൾഡിമറിന്റെ അടുത്തെത്തണം. അതിനായി അവൾ അതൊന്നും മൈൻഡ് ആക്കിയില്ല. അവൾ പതുക്കെ മുന്നോട്ട് നടക്കാൻ തുടങ്ങി. പക്ഷെ അവളുടെ കാലുകൾക്ക് ബാലൻസ് കിട്ടിയില്ല. അവൾ വെള്ളത്തിൽ തെന്നി മറിഞ്ഞു വീണു. ആ വെള്ളത്തിന്റെ ഒഴുക്കിൽപ്പെട്ട് അവൾക്ക് നീന്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവൾക്കൊന്ന് പിടിച്ചു നിൽക്കാൻ പോലും അവിടെ എങ്ങും അവൾക്കൊരു പിടുത്തവും കിട്ടിയില്ല. ലാരിസ ആ വെള്ളത്തിനൊപ്പം ഒഴുകാൻ തുടങ്ങി. അവൾ ഒഴുകി പാറക്കെട്ടിൽ പിടുത്തം കിട്ടും. പതുക്കെ ആ പാറക്കെട്ടിന്റെ മുകളിൽ കയറും. അവിടെ നിന്ന് ലാരിസ പതുക്കെ കരയിലോട്ട് കയറാൻ ശ്രമിക്കും. വളരെ ബുദ്ധിമുട്ടി അവൾ കരയിലേക്ക് എത്തും. ലാരിസ പതുക്കെ നടന്ന് ആ വിമാനത്തിന്റെ അടുത്തെത്തും. അവൾ പതുക്കെ അതിനകത്ത് കയറി നോക്കും. അവിടെ മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ശരീരങ്ങളായിരുന്നു. ആ സമയം അവൾക്കൊരു ബോക്സ് കിട്ടും. അവൾ അത് തുറന്നു നോക്കുമ്പോൾ ഫ്ലെയർ ഗണ്ണായിരുന്നു. അവൾ അപ്പോൾ തന്നെ അതെടുത്ത് പൊട്ടിക്കും. പക്ഷെ ആരും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ ആ പൊട്ടിച്ച ഫ്ലെയർ ഗണ്ണിൻ്റെത് മാറ്റിയിട്ട് വേറെ പുതിയത് ഒന്നും കൂടെ എടുത്തിടും. അത് കഴിഞ്ഞ് അവൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങും. ഇതേസമയം ലാരിസയുടെ അമ്മ അവളുടെ അച്ഛനോട് പറയും, എങ്ങനെയെങ്കിലും തന്റെ മകളെ കണ്ടുപിടിക്കണം. അയാൾ പറയും, അവൾ പോയ വിമാനം തകർന്നു. അവൾ മരിച്ചോ ജീവിച്ചോ എന്ന് പോലും നമുക്കറിയില്ല. അയാൾ അവരെ സമാധാനപ്പെടുത്തും. എന്നിട്ട് അയാൾ പറയും, എന്റെ ഒരു സുഹൃത്ത് മിലിറ്ററിയിലുണ്ട്, നാളെ നമുക്ക് അയാളെ പോയി കാണാം. ലാരിസയുടെ അമ്മ പറയും, പറ്റില്ല, എനിക്കിപ്പോൾ കാണണം. എന്റെ മകളെ അന്വേഷിച്ച് ഇപ്പോൾ പോകണം. ഇത്രയും ദിവസമായി എന്നിട്ട് ഒരു വിവരവുമില്ല. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് പോകാം. ഇതും പറഞ്ഞ് അവർ പോവും.
അങ്ങനെ അവർ അങ്ങോട്ട് തിരിക്കുന്ന സമയത്ത് അവിടെ എത്താറാവുമ്പോൾ അവിടെ ഗേറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ലാരിസിന്റെ അമ്മ കാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കും. ലാരിസയുടെ അമ്മ ഗേറ്റിന് അവിടെ എത്തുമ്പോൾ വാൾഡിമറിന്റെ അമ്മ ഗലീനയും അവിടെ ഉണ്ടായിരുന്നു. ഗേറ്റ് തുറക്കാഞ്ഞതിൽ അവർ പട്ടാളക്കാരുമായി വഴക്കുണ്ടാക്കുകയായിരുന്നു. ലാരിസയുടെ അച്ഛൻ വന്ന് പട്ടാളക്കാരുമായി നന്നായി സംസാരിക്കാൻ നോക്കി. അയാൾ പറഞ്ഞു, എന്റെ ഫ്രണ്ടാണ് ഇവിടുത്തെ ജനറൽ. പക്ഷെ പട്ടാളക്കാർ അതൊന്നും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവർ ഒരു വിധത്തിലും അവരെ കയറ്റി വിടുന്നില്ല. ഈ സമയം ഗലീന തന്റെ കാറിൽ വന്നിരിക്കും. ലാരിസിന്റെ അമ്മയും അച്ഛനും ഇവരുടെ കാറിന്റെ ബാക്ക് സീറ്റിലിരിക്കും. ഇവർ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗലീനെ പതുക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ആ ബ്ലോക്ക് ചെയ്തിരുന്ന ഗേറ്റും തല്ലി തകർത്ത് ആ വണ്ടി മുന്നോട്ട് പാഞ്ഞു. ലാരിസയുടെ അച്ഛൻ വിളിച്ചു പറയും, നിർത്തൂ ഗലീന, വണ്ടി ഇങ്ങനെ ചെയ്യരുത്. പക്ഷെ അവർ അതൊന്നും മൈൻഡാക്കാതെ അവർ മുന്നോട്ട് പായിക്കും കാർ. പട്ടാളക്കാർ അപ്പോൾ തന്നെ അവിടെ നിന്ന് ജീപ്പും എടുത്ത് ഇവരുടെ ബേക്കേ വരാൻ തുടങ്ങി. ഗലീന അതൊന്നും കാര്യമാക്കാതെ തന്റെ കാറുമായി മുന്നോട്ട് പാഞ്ഞു. അവർ നേരെ ജനറലിന്റെ ഓഫീസിന്റെ മുമ്പിലായിരുന്നു കാർ നിർത്തിയത്. അതേസമയം അവിടെ പട്ടാളക്കാരും എത്തി. മിലിറ്ററിയിലെ ജനറൽ ഓഫീസർ പുറത്ത് നിൽപ്പുണ്ടായിരുന്നു. അയാൾ അവരെ കാണും. ഇവർ ഓടി അയാളുടെ അടുത്തെത്തും. പട്ടാളക്കാർ ഓടിച്ചെന്ന് അയാളെ പിടിക്കുമ്പോൾ ജനറൽ പറയും, അയാളെ പിടിവിടൂ, അയാളെ എനിക്കറിയാം. അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന പട്ടാളക്കാരോടെല്ലാം അവിടെ നിന്ന് പോകാൻ ജനറൽ പറയും. അവരെല്ലാരും അവിടെ നിന്ന് പോവും. ഗലീന അയാളോട് ചോദിക്കും, അവർ പോയ വിമാനത്തിന് എന്താ പറ്റിയത്? അയാൾ പറയും, ഇത് പറയാൻ എനിക്ക് പെർമിഷൻ ഇല്ല, മോളിൽ നിന്നുള്ള ഓർഡറാണ്. ഹാരിസിന്റെ അച്ഛൻ പറയും, കുട്ടികൾ പോയ വിമാനത്തിന് എന്താ പറ്റിയത്? അതെന്താന്ന് ഞങ്ങൾക്ക് അറിയണം. അയാൾ അവരെയും കൂട്ടി അകത്തേക്ക് പോകും. ഗലീന അകത്തിരിക്കുന്ന ഓഫീസറോട് ചോദിക്കും, എന്റെ മകൻ എന്താ പറ്റിയത്? അവൻ ആ ഫ്ലൈറ്റിലായിരുന്നു. ലാരിസയുടെ അച്ഛൻ പറയും, ഞങ്ങളുടെ കുട്ടികൾ ഹണിമൂൺ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയായിരുന്നു. ആ വിമാനത്തിന് എന്താ പറ്റിയത്? ഓഫീസർ പറയും, അത് ക്രാഷായി. അവരെല്ലാവരും അവിടെ നിന്ന് കരയും. ആ സമയം ഗലീന ഓഫീസറോട് ചോദിക്കും, എനിക്ക് എന്റെ മോന്റെ ബോഡി കാണണം. ഓഫീസർ ചോദിക്കും, നിങ്ങളുടെ മകന്റെ പേര് വാൾഡിമർ എന്നാണോ? അപ്പോൾ അവർ പറയും, അതെ. എങ്കിൽ അയാളുടെ ബോഡി കിട്ടിയിട്ടില്ല. ആ സമയം ലാരിസിന്റെ അമ്മയും ഗലീനയും പറയും, അവർ മരിച്ചിട്ടുണ്ടാവില്ല, അതായിരിക്കും ബോഡി കിട്ടാത്തത്. ആ സമയം ഓഫീസർ പറയും, ഇല്ല, അവർ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല, വിമാനം ഒരുപാട് മുകളിൽ നിന്നാണ് തകർന്നിരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഗലീന അവിടെ നിന്ന് ദേഷ്യപ്പെടും. ഒരുപാട് ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കും. ലാരിസിന്റെയും വാൾഡിമറിന്റെയും ഫോട്ടോ കൊടുത്തിട്ട് ലാരിസയുടെ അമ്മ പറയും, ഇവർ രണ്ടുപേരുടെയും കല്യാണം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അവർ രണ്ടുപേരും ഡോക്ടറാവാൻ ആഗ്രഹിച്ച് പഠിക്കുന്നവരാണ്. അവരെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിങ്ങളുടെ അശ്രദ്ധ കാരണം അവർക്കൊന്നും പറ്റരുത്. ഇതും പറഞ്ഞിട്ട് ആ ഓഫീസറോട് അവർ ചോദിക്കും, നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? അയാൾ പറയും, എനിക്കൊരു മോനുണ്ട്. നിങ്ങളുടെ മോനാണ് ഈ അവസ്ഥ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുമോ? അത് കേൾക്കുന്ന അയാൾക്ക് ഒന്നും പറയാൻ കഴിയില്ല. ഇതേ സമയം ലാരിസ കാടിനുള്ളിൽ വിറച്ച് അവൾക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും. അവൾക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ലാരിസ തണുത്തു വിറയ്ക്കാൻ തുടങ്ങി. അമ്പുകൾ കൂട്ടി തീയിടാൻ നോക്കുമ്പോൾ അവളുടെ ലൈറ്റർ കത്തുന്നില്ല. അവൾ കയ്യിലുണ്ടായിരുന്ന ആ പ്ലാസ്റ്റിക് കവർ എടുക്കും. അതെടുത്ത് അവളെ തലയിലൂടെ മൂടി അവൾ കുറച്ചു സമയം ഇരിക്കും, അതിൽ നിന്ന് ചൂട് കിട്ടാനായി. ആ കവറും മൂടി ആ മരത്തിന്റെ ചോട്ടിൽ അവൾ കിടക്കും കുറെ സമയം. ആ സമയം ഓഫീസറും ജനറലും പുറത്തിറങ്ങി സംസാരിക്കും. ഓഫീസർ ജനറലിനോട് പറയും, മുന്നേ ഹെലികോപ്റ്ററിൽ അവിടെ സെർച്ചിന് പോയ സമയത്ത് അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നുവെന്ന് കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞിരുന്നതായി അയാൾ അപ്പോൾ അവിടെ പറയും. അവിടെ എങ്ങും മനുഷ്യവാസം ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവിടെ സൗണ്ടോ അങ്ങനെ ഒരാളെയോ കാണാൻ സാധ്യതയില്ല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആരോ ആണ്. എത്രയും പെട്ടെന്ന് സെർച്ച് വീണ്ടും ആരംഭിക്കണം. ഇതും പറഞ്ഞ് അവർ അവിടെ നിറങ്ങും. ഇതേ സമയം മരത്തിന്റെ ചൂട്ടിൽ കിടന്ന് ലാരിസ ആ കവർ എടുത്തു മാറ്റുമ്പോൾ ആ മരത്തിന്റെ മുകളിലായി വാൾഡിമറിന്റെ ബാഗ് തൂങ്ങിക്കിടക്കുന്ന അവൾ കാണും. അവൾ പെട്ടെന്ന് കവർ ഊരി മാറ്റി ആ ബാഗ് കമ്പിട്ട് കുത്തി എടുക്കാൻ ശ്രമിക്കും. കമ്പിട്ട് കുത്തി ഇളക്കി ലാരിസ എങ്ങനെയൊക്കെ ആ ബാഗിനെ താഴേക്ക് വീഴ്ത്തും. ലാരിസ ആ ബാഗ് തുറന്നു നോക്കും. അപ്പോൾ അതിൽ കാണുന്നത് ലാരിസയെ മറച്ച് എപ്പോഴും വാൾഡിമർ പടം വരയ്ക്കുമായിരുന്നു. അത് അവൻ അവളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ലാരിസ ആ ഡ്രോയിങ് ബുക്കിന്റെ പേജ് ഓരോന്നായി മറിച്ചു നോക്കും. ലാരിസയുടെ പടമായിരുന്നു അവൻ വരച്ചിരുന്നത്. അവർ പോകുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം എടുത്ത ഫോട്ടോ അവൻ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ രണ്ടുപേരുടെ ഒരുപാട് നല്ല നിമിഷങ്ങളും ഉണ്ടായിരുന്നു. അവരുടെ നല്ല നിമിഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരുപാട് ചിത്രങ്ങൾ വാൾഡിമർ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാണുന്ന ലാരിസയ്ക്ക് ഒരുപാട് സങ്കടമാവും. അതേസമയം മഴ പെയ്യാൻ തുടങ്ങി. ലാരിസ ബുക്കെല്ലാം ആ ബാഗിനകത്ത് വെക്കും. അവളുടെ മുറിഞ്ഞ കാലിൽ വെള്ളം വീണ് അതിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി. അവൾ ആ തുണി എടുത്ത് കളഞ്ഞിട്ട് വേറെ തുണിയെടുത്ത് അവളുടെ കാലിൽ കെട്ടും. അവിടെ നിന്ന് വീണ്ടും അവൾ മുന്നോട്ട് നടക്കും. വാൾഡിമറേയും തിരക്കി. ആ മഴയത്ത് തണുത്ത് വിറച്ച് അവൾക്ക് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അവൾ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. എങ്ങനെയെങ്കിലും തനിക്ക് വാൾഡിമറിന്റെ അടുത്തെത്തണം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. അങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് പെട്ടെന്നൊരു കാഴ്ച കണ്ട് അവൾ നിൽക്കും. വാൾഡിമർ ഒരു ചെയറിൽ മയങ്ങിയിരിക്കുന്നതായിരുന്നു അവൾ കണ്ടത്. അത് കാണുന്ന അവൾക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിൽക്കും. ഇതേസമയം ബാക്കി ഓഫീസറും ജനറലും കൂടി സെർച്ചിനായി വരും. ആ സമയം പൈലറ്റ് പറയും, ഇപ്പോൾ പോകാൻ പറ്റില്ല, അന്തരീക്ഷം മോശമായ സമയമാണ്, നല്ല മഴയും വരുന്നുണ്ട്, ഇപ്പോൾ പോയിട്ട് ഒരു കാര്യവുമില്ല. ഓഫീസർ പറയും, പോയേ പറ്റുകയുള്ളൂ. ഇതേ സമയം വാൾഡിമർ ഇരിക്കുന്നത് ഒരു കുഴി പോലത്തെ സ്ഥലത്തായിരുന്നു. എങ്ങനെയൊക്കെ ഇറങ്ങി ലാരിസ വാൾഡിമറിന്റെ അടുത്തെത്തും. ലാരിസ വാൾഡിമറിന്റെ അടുത്തെത്തി അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, ഞാൻ നിന്നെ എവിടെയൊക്കെ നോക്കി. അപ്പോൾ വാൾഡിമർ പറയും, എനിക്കറിയാമായിരുന്നു നീ ഇവിടെ വരുമെന്ന്. നീ ഒരു ഫൈറ്ററാണ്, അതുപോലെ നീ എല്ലാരെക്കാളും സ്ട്രോങ് ആണ്. അതിൽ നിന്ന് അവരുടെ രണ്ടുപേരുടെയും വെഡിങ് റിംഗ് പുറത്തെടുക്കും. അതിനുശേഷം അവന്റെ കൈ പിടിച്ച് അവൾ അവന്റെ വിരലിൽ ആ റിംഗ് ഇട്ടുകൊടുക്കും. എന്നിട്ട് അവനോട് പറയും, എന്നോട് നീ ക്ഷമിക്കണം, നീ എന്റെ കൈ വിട്ടു പോയിട്ടില്ല, ഞാനാണ് നിന്റെ കൈ വിട്ടു പോയത്, ഇനി ഒരിക്കലും നിന്റെ കൈ വിട്ട് ഞാൻ ഒരിടവും പോവില്ല. ഇതും പറഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരയും. ആ സമയം വാൾഡിമർ പറയും,
ഞാൻ നിന്നെ വിട്ട് ഒരിക്കലും പോകില്ല. അവസാനം വരെയും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. ഇതെന്റെ വാക്കാണ്. വാൾഡിമർ ലാരിസയോട് ചോദിക്കും, നിനക്ക് എന്റെ ബാഗ് കിട്ടിയപ്പോൾ നീ അതിൽ നിന്ന് ഡ്രോയിങ് ബുക്ക് എടുത്ത് നോക്കിയായിരുന്നു? ലാരിസ പറയും, നോക്കി, സോറി. അവൻ പറയും, അപ്പോൾ എന്റെ സർപ്രൈസ് പോയല്ലോ. നിന്റെ ബെഡേക്ക് തരാമെന്ന് കരുതിയതായിരുന്നു. അവൾ പറയും, ശരി, ഞാനത് കണ്ടു, പക്ഷെ ഞാൻ എല്ലാം മറന്നു. അടുത്ത ബെഡേക്ക് ഞാൻ ആക്ട് ചെയ്തോളാം. ഇതും പറഞ്ഞ് അവൾ അവന്റെ കൈയും പിടിച്ച് അവന്റെ മടിയിൽ കിടക്കും. വാൾഡിമർ പറയും, ശരി, നീ ഉറങ്ങിക്കോളൂ. ലാരിസ വാൾഡിമറിന്റെ കൈയും കെട്ടിപ്പിടിച്ച് അവന്റെ മടിയിലിരുന്ന് ഉറങ്ങും. ഇതേസമയം ഹെലികോപ്റ്ററിൽ സെർച്ചിനായി ഓഫീസേഴ്സ് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് അവർ നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല. ആ സമയം ജനറൽ ഓഫീസർ പറയും, ഹെലികോപ്റ്റർ താഴെ ഇറക്കാൻ. ഹെലികോപ്റ്ററിന്റെ സൗണ്ട് കേട്ട് പതുക്കെ ലാരിസ കണ്ണു തുറക്കും. അവൾ പതുക്കെ മുകളിലോട്ട് നോക്കുമ്പോൾ ഹെലികോപ്റ്റർ വരുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ വാൾഡിമറിനെ വിളിക്കാനായി തിരിയും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് വാൾഡിമർ അവിടെ മരിച്ചിരിക്കുകയായിരുന്നു. അവൻ സംസാരിക്കുന്നതായി തോന്നിയതെല്ലാം അവളുടെ ഇലൂഷനായിരുന്നു. വാൾഡിമർ താഴെ വീണപ്പോഴേ മരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ തലയിൽ നല്ല പരുക്കുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ലാരിസയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റിയില്ല. അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങി. അവൾ വീണ്ടും വീണ്ടും സങ്കടം സഹിക്കാനാവാതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അവൾ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. ആ മഴയും അവളുടെ നിലവിളിയും കാടിൽ മുഴങ്ങി കേട്ടു. ലാരിസ പതുക്കെ അവിടെ നിന്ന് എണീക്കാൻ ശ്രമിക്കും. ഇതേ സമയം ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എല്ലാവരും പുറത്തിറങ്ങി അന്വേഷിക്കാൻ തുടങ്ങി. അവരെല്ലാവരും പല വഴിക്ക് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടപ്പുണ്ടായിരുന്നു. പക്ഷെ ആരെയും കണ്ടില്ല. ലാരിസ അവിടെ നിന്ന് മുകളിലോട്ട് കയറാൻ ശ്രമിക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കി വാൾഡിമറോട് പറയും, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. അതും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവൾ മുകളിലോട്ട് കയറാൻ ശ്രമിക്കും. ലാരിസ ഒരുപാട് ബുദ്ധിമുട്ടി ഒരു കല്ലിൽ പിടിച്ച് എങ്ങനെയൊക്കെയോ മുകളിലോട്ട് എത്തിപ്പെടും. പിന്നെ അവർ ഓരോരുത്തരെ അന്വേഷിച്ച് വരുമ്പോൾ ഒരാൾക്ക് അവൾ നേരത്തെ വെച്ച ഫ്ലെയർ ഗണ്ണിന്റെ ഒരു ക്യാപ്പ് കിട്ടും. അയാൾക്ക് മനസ്സിലായി ഇവിടെ ആളുണ്ട്. അയാൾ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കും, ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന്. ആ സമയം ലാരിസ പതുക്കെ മുകളിൽ കയറി തന്റെ ബാഗ് എടുത്ത് അതിൽ നിന്ന് ആ ഫ്ലെയർ ഗൺ എടുത്ത് പൊട്ടിക്കും. അവിടെ നിന്ന് ഓഫീസേഴ്സ് എല്ലാം ഈ സൗണ്ട് കേൾക്കും. ഫ്ലെയർ ഗൺ പൊട്ടിയ സ്ഥലം കണ്ട് അവിടേക്ക് ഒരാൾ ഓടി വരും. അയാൾ എത്തുമ്പോഴേക്കും ലാരിസ തളർന്നു വീണിട്ടുണ്ടായിരുന്നു. അയാൾ വന്ന് തന്റെ കോട്ടൂരി അവൾക്ക് ഇട്ടുകൊടുക്കും. അയാൾ അവളെ സമാധാനപ്പെടുത്തി പറയും, നിനക്കൊന്നും സംഭവിക്കില്ല. അവരെല്ലാരും കൂടി അവളെയും കൊണ്ട് ആ ഹെലികോപ്റ്ററിന് അടുത്തേക്ക് വരും. ലാരിസയെ അതിനകത്ത് കയറ്റി ആ ഹെലികോപ്റ്റർ അവിടെ നിന്ന് ഉയർന്നു പറക്കാൻ തുടങ്ങും. ലാരിസയെ ഒരു ഓഫീസറുടെ മടിയിൽ കിടത്തും. അവൾ പതുക്കെ അയാളോട് പറയും, എനിക്ക് എണീച്ചിരിക്കണം. ആ ഓഫീസർ അവളുടെ തല മെല്ലെ പൊക്കി അവളെ എണീപ്പിച്ചിരുത്തും. ആ സമയം വിൻഡോയിലൂടെ പുറത്തു നോക്കുന്ന ലാരിസ വാൾഡിമറെ കാണും. അവൾക്ക് അവനെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവും. അവൾ പതുക്കെ കൈ ഉയർത്തി കാണിക്കും. ഇതേ സമയം താഴെ നിന്ന് വാൾഡിമർ അവൾക്ക് ടാറ്റ കാണിക്കും. ലാരിസ അവനെ നോക്കി അങ്ങനെ ഇരിക്കും. അപ്പോഴും വാൾഡിമർ അവിടെ നിന്ന് ലാരിസയ്ക്ക് ടാറ്റ കാണിക്കുന്നുണ്ടായിരുന്നു. അവൾ അവനെ നോക്കി കണ്ണീരോടെ അങ്ങനെ ഇരിക്കും. ഇതും കാണിച്ചാണ് ഈ മൂവി അവസാനിക്കുന്നത്. സ്റ്റോറിയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത് യാഥാർത്ഥ്യത്തിൽ നടന്നൊരു സ്റ്റോറിയാണ്. ഇവർ ആണ് യഥാർത്ഥ ലാരിസയും വാൾഡിമറും. ഒരുപാട് പ്രണയിച്ച് അവർ വിവാഹം കഴിച്ചു. പക്ഷേ അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.